എണീച്ചു പോവറിയാൻ നിൽക്കുന്നത് ഇത് ആദ്യമായിട്ട്. കാലത്ത് എണീച്ച് ഇതെല്ലാം അരിഞ്ഞുണ്ടാക്കുന്നത് ചില്ലറ പണിയൊന്നല്ല കേട്ടോ. മാത്രല്ല കൈ ആകെ കേടായി. ഇനി ഇതെല്ലാം കഴുകി നന്നാക്കിയിട്ട് വേണം പൂവിട്ട് തുടങ്ങാം. പോരാളി ഇവിടെ പൂക്കള ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മ എന്ന് പൂക്കള ഇടുമ്പോഴും എനിക്ക് ഭയങ്കര അതിശയ. ഓരോ ദിവസവും നല്ല വെറൈറ്റി ഡിസൈനിൽ ആളിടുന്നത് കാണാം. പൂക്കള ഇടുന്നോണ്ട് സമയം പോയതറിഞ്ഞില്ല. ഒരു എക്സാമിന് പോകാനുള്ളതുകൊണ്ട് ഞാൻ വേഗം റെഡി ആയി വന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം. സാധാരണ തിരുവോണത്തിന് മാത്രമേ ഇത്ര വലിയ പൂക്കള ഇടാറുള്ളൂ. ഇന്ന് പിന്നെ ഒരു മത്സരം ഉള്ളതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് വിപുലീകരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങി. എക്സാം സെന്ററിൽ പോയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നേരെ പോയത് സിനിമയ്ക്കാണ്. ഈ ഓട്ടം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ ലേറ്റ് ആയി. ഇന്നത്തെ ഒടുക്കത്തെ ബ്ലോക്ക് കാരണം ഞാൻ അവിടെ എത്താൻ ലേറ്റ് ആയി. ബത്ലേഹം കുടുംബ യൂണിറ്റിനാണ് പോയത്. ഒന്നും പറയാനില്ല മക്കളെ, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. ആ കാശ് എന്തായാലും വെറുതെ പോയില്ലെന്ന് ഞാൻ ഉറപ്പുവരാം. അത്രയ്ക്ക് ചിരിക്കാനുണ്ടായിരുന്നു. നിവിന്റെ അഭിനയം പിന്നെ പറയണ്ടല്ലോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നേരെ പോയത് തുഞ്ചൻപറമ്പിലോട്ടാണ്. അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് നേരെ ഷോപ്പിങ്ങിന് വിട്ടു. ഇവിടെ ഒരാൾ കാര്യമായിട്ട് എന്തോ നോക്കുമ്പോ മറ്റൊരാൾ അതോ എന്തോ ഗാഢമായ ചിന്തയിലാണ്. അങ്ങനെ അവിടുന്ന് വേണ്ട അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു. ബസ് ഇറങ്ങി നടക്കുമ്പോഴാണ് ദേ ഇവനെ കാണുന്നത്. എന്നാ പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ചു. വീട്ടിലെത്തി ഡെസ്റ്റിനേറ്റ് ഒരു വാക്കിങ്ങും കഴിഞ്ഞു. ഇന്ന് ഫുൾ ഓട്ടമായോണ്ട് മര്യാദയ്ക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വീട്ടിലെത്തിയപാടെ വയറ് നിറച്ചു. പിന്നെ അമ്മയുടെ ചൂട് ചായയും കുടിച്ചു. ഇന്നത്തെ യാത്ര ശുഭം.